ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കടലയും പിന്നെ പപ്പായയും വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ പറയൽ കപ്പക്ക എന്നാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിൻ്റെ പേരെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കടല ഇന്നലെ രാത്രി എടുത്ത് ഇങ്ങനെ വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബൗളിൽ നിറയാണ് ഞാൻ കടല എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എത്രയാണോ വേണ്ടുന്നത് അതിന് കണക്കായിട്ടുള്ള കടല എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് പപ്പായാണ് എടുത്തത്. അപ്പോൾ ഏറ്റവും ആദ്യം കടല നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാൻ കടല നന്നായി കഴുകി ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് വേവാൻ ആവശ്യമായ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടല ഉപ്പിടരുത് കേട്ടോ. കടല വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ പപ്പായയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി കഴുകിയെടുത്തിട്ട് ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് പപ്പായൊക്കെ മുറിച്ചെടുത്തത്. അപ്പോൾ ഇതിൽ കൂടുതൽ വലിപ്പം കുറച്ച് മുറിക്കേണ്ട കേട്ടോ. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് കൂടെ എടുത്തിട്ടുണ്ട്, അതിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ കടലയൊക്കെ വെന്തതിന് ശേഷം മാത്രം കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കടല വേവുന്ന സമയം കൊണ്ട് ഇത് മുഴുവൻ ഉടഞ്ഞ് പായസം മാതിരിയാവും. അപ്പോൾ വെന്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോഴിതാ കടല നന്നായി വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാ ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ചെറുതായി ഒന്ന് ഈ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോഴിതാ ചെറുതായി ഒന്ന് കടലയൊന്ന് ഉടച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പപ്പായ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും കൂടെ മുറിച്ചിട്ടുണ്ട്, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി. അപ്പോൾ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണമെന്നുള്ളവർക്ക് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഉപ്പും കൂടെ ചേർക്കാം. കഷ്ണത്തിനൊക്കെ ഉപ്പ് പിടിക്കണമല്ലോ. ഇതാ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾക്ക് ഈ കഷ്ണം കൂടി വേണ്ട വെള്ളം നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, ഇതിങ്ങനെ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ കഷ്ണം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ഞാൻ അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തതാണ് ഒരു പിഞ്ച് ചുവന്ന മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ കഷ്ണം വേവിക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തത് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആക്കി അരക്കരുത്, കുറച്ച് തരി പോലെ ആക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അതിൻ്റെ കഷ്ണങ്ങൾ വെന്ത ആ ഒരു ടൈമിൽ ഞാൻ ഇത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് കോള് വന്നിട്ട് അത് കട്ടായി പോയതാണ്. അപ്പോൾ ഇതാ ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ മിക്സി കഴുകിയ വെള്ളം കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി അല്ലി തോലോട് കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതൊരു ടേസ്റ്റ് തന്നെയാണ്, അത് സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കൊടുക്കും അത്. അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് തിളപ്പിച്ച് നമുക്ക് പാകത്തിനുള്ള ഗ്രേവി ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ വറവിനാവശ്യമായ സാധനങ്ങൾ നോക്കാം. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തതാണ് 1/4 ടീസ്പൂൺ കടുക്. പിന്നെ എടുത്തത് 3 വറ്റൽമുളക്. അപ്പോൾ ഇത്രയുമാണ് വെളിച്ചെണ്ണ. ഇത്രയുമാണ് വറവിനാവശ്യമായ സാധനങ്ങൾ. അപ്പോൾ ഇതാ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം കറി നന്നായി തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വറ്റിച്ചെടുക്കണ്ട. അപ്പോൾ ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് തിക്കായിക്കോളും. ഇനി നമുക്ക് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ വറവ് റെഡി ആയിട്ടുണ്ട്. ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള പപ്പായും കടലയും കൊണ്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. മോളീഷൊന്നും പറയാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ ശ്രമിക്കുക കേട്ടോ. അതും നിങ്ങളുടെ അഭിപ്രായമായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.